നീ പറയഞ്ചു, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. മായ്മക്ക് കഴിയും, അതെനിക്കറിയാലോ. ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ആവണിയും ത്രിവേണിയും ഇപ്പെന്താ മോഹനും പറഞ്ഞു എന്നെ കൊണ്ട് ആവണിയെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അത് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എന്റെ കഴുത്തിന് കുത്തി പിടിച്ചത്. അഞ്ജു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മായ്മ, മായ്മക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മായ്മക്ക് മാത്രമേ ഏട്ടത്തി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ ചെയ്യും അഞ്ജു. ഞാൻ എന്തെങ്കിലും ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തകർന്നിരിക്കുന്നത്. ഒന്നും നടന്നില്ലെങ്കിൽ എല്ലാവരും ഞാൻ വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ട് ഈ വീട് ഞാൻ തീ കൊടുക്കും. തീയിടോ? എന്തിനീ? എനിക്ക് അവളുടെ മുമ്പിൽ തോറ്റിട്ട് ആരുടെ മുന്നിലും പോകാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഈ മായാവതി ഇല്ല. വല്ലാണ്ടിരിക്കണേ, കഴുത്തുകാരെ പിടിച്ചാ? കിഷോറേട്ടനല്ലേ പറഞ്ഞത് മായ്മക്ക് ചെറിയ വട്ടുണ്ടെന്ന്? ആ, ലേശം കുറച്ച്. ചെറിയ വട്ടൊന്നുമല്ല, നല്ല മുഴുത്ത വട്ട. എന്നെ ഇത്രയും നേരെ അവിടെ പിടിച്ചിരുത്തേക്കുമായിരുന്നു. എപ്പ കഴുത്തിന് പിടിക്കുന്നു വിചാരിച്ച് ഞാൻ പേടിച്ചിരുന്നതാ. സത്യം പറഞ്ഞാലേ അത് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാതിരുന്നു. വീടിന് തീയിടുന്നൊക്കെ പറഞ്ഞേക്കുവാ. ഇങ്ങനെ പറഞ്ഞ എന്നാ പിന്നെ ചെയ്തിരിക്കും. ഇല്ല, നിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നല്ല, കൊമ്പത്തായിരുന്നു തുടക്കം മുതൽ തന്നെ. പക്ഷെ ഇപ്പോ ആവണി പുല്ലിന്റെ വില പോലും കൊടുക്കുന്നില്ല. അതിന്റെ ഒരു അങ്കാളിപ്പൊക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ പ്രാന്ത് പോലെയൊക്കെ കാണിക്കുന്നത്. ആ, തോറ്റ് ശീലമാകുമ്പോ അതങ്ങ് ശരിയായിക്കോളും. അതുകൊണ്ട് ഞാനിപ്പോ മൈൻഡ് ചെയ്യാറില്ല. അഞ്ചും ചിൽ മൂടിലങ്ങ് എടുത്തേക്കുന്നു. ഡോണ്ട് വറി, ബി ഹാപ്പി. മായമ്മക്ക് മാത്രല്ല, അവരുടെ കൂടെ കൂടി ഇങ്ങേർക്ക് മുഴുത്ത വട്ടായി എന്നാ തോന്നുന്നത്. എന്റെ പൊന്നു പ്രകാശേട്ടാ, ചെകുത്താനും കടലിൽ നടുക്കാണ് ഞാൻ. എന്തുപറ്റി? നിങ്ങളുടെ കുഞ്ഞമ്മയില്ലേ, അവരെപ്പ സന്തോഷിക്കും, എപ്പ സങ്കടപ്പെടും, എപ്പ എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന അറിയാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാനേ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുക. ഏയ്, നീ പോവരുത്. നീ ഇവിടെ തന്നെ നിക്കണം. നീ ചെയ്തതിനൊക്കെ നിനക്ക് അനുഭവിക്കണ്ടേ? നിനക്ക് ഏട്ടത്തിന്റെ നാശം കാണണ്ടേ? നിങ്ങളുടെ ഏടത്തിയുടെ നാശം കാണാൻ ഇറങ്ങിയിട്ട് എന്റെ പുക പോകുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കുഞ്ഞമ്മയെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ കിളി പോയി നടക്കുക. എടി, ഒരാളെ കഷ്ടപ്പെട്ട് നേടിയ ജോലിയെ നിന്നെ പോലെ ഒരു പണിയില്ലാത്തവരും വിചാരിച്ചാലേ അങ്ങനെ കളയാൻ പറ്റൂല. എടി, നിന്നെ ഞാൻ കെട്ടിപ്പോയതുകൊണ്ടും എന്റെ മോളുടെ അമ്മ ആയതുകൊണ്ടും ഞാനൊരു ഉപദേശം നിനക്ക് തരാം. ഈ സ്വഭാവം നീ ഒരിക്കലും മാറ്റാൻ നിൽക്കും. പിന്നെ ഏട്ടത്തിയുടെ കുഞ്ഞമ്മയുടെ വാങ്ങിച്ചു കൂട്ടി കഴിയുമ്പോ അവസാനം ചിലപ്പോ നിനക്കൊരു നാണം വരുമായിരിക്കും. അവസാനം അപ്പ എങ്ങാനും ഈ സ്വഭാവം മാറ്റിയാൽ മതി. നിങ്ങൾ എന്നെ കളിയാക്കാതെ പോയേ. എടി, ഞാൻ കളിയാക്കിയതല്ല, സത്യം പറയാലോ അഞ്ജു. നിന്നെ ഇവിടെ പന്ത് തട്ടണ പോലെ തട്ടണത് കാണുമ്പേ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ നീ ഇതിനൊക്കെ അനുഭവിക്കണം അഞ്ജു. അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ കണ്ടില്ല എന്ന് വെക്കുന്നത്.